എന്റെ പിറകിലുള്ളതാണ് മാരുതി സുസുക്കി വിക്ടോറിയസ്. 9 to 18 ലക്ഷം രൂപക്കിടയിൽ വരും. പെട്രോളിനകത്തും CNG-ക്കകത്തും ഹൈബ്രിഡിനകത്തും അവൈലബിൾ ആണ്. ലുക്ക് വൈസ് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ക്യൂബ്സ് ആയിട്ടുള്ള LED DRL യൂണിറ്റ് കാണാം. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നാൽ 360 ഡിഗ്രി ക്യാമറ വ്യൂ കാണാം. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. മാരുതിയിൽ ആദ്യമായിട്ടാണ് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നത്. അതിന്റെ ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ച് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ അലോയ് വീല് നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. ക്യാമറ യൂണിറ്റ്, ഇൻഡിക്കേറ്റർ ഒക്കെ സൈഡ് വ്യൂ മിററിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈൽ ലാമ്പ് നോക്കിയാ ഇങ്ങനെ ഡോട്ട് ആയിട്ട് കാണുന്നത് ഭയങ്കര യുണീക്ക് ആയിട്ട് എനിക്ക് തോന്നി. വിക്ടോറിയസ് എന്ന് പറയുന്ന ലെറ്ററിംഗ് കാണാം. ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വൈപ്പർ, ഡീഫോഗർ ലൈൻസ്, ഒരു ഷാർക്ക് ഫിൻ ആന്റീന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാം കേട്ടോ. ഇനി ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി കൺട്രോളബിൾ ബൂട്ട് സ്പേസ് ആണ് വന്നേക്കുന്നത്. കാലുകൊണ്ട് ഇങ്ങനെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതുകൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം സീറ്റിനെ കുറിച്ച് പറയാം. 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലൊക്കെ ലെതർ റാപ്പിഡ് ആണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം. അത് നമുക്ക് കളർ അഡ്ജസ്റ്റബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാണാം. അതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അലക്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ AC-യുടെ കൺട്രോൾ കാര്യങ്ങളും വയർലെസ് ചാർജിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 C-ടൈപ്പ് ചാർജിംഗ് കാണാം. ഇവിടെ നമ്മുടെ മോഡ് സെലക്ഷൻ കാര്യങ്ങളും കാണാം. സീറ്റ് വെന്റിലേഷനും വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ബട്ടൺ ഇവിടെ കാണാം. ഇനി മറ്റൊന്ന് പാനോറമിക് സൺറൂഫും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വരാം. ഓട്ടോമാറ്റിക് ഡയനോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ടെക്കി ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്.